കാര്യം പഠിക്കാം. ഓക്കെ, സോ 3 ഭാഗത്തെ കോഴ്സാണ് ഇത്. കോഴ്സിൽ ലൈക്ക് 3 പഠിക്കും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ കമാൻഡിൻ്റെ കളർ മാറ്റുന്നതാണ്. ഹൗ ടു ചേഞ്ച് ദ കളർ ഓഫ് യുവർ കമാൻഡ്. ഓക്കെ, അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ ഇതുവരെ കണക്ട് ആക്കുന്ന ഡിവൈസുകൾ എങ്ങനെ കാണാനാണ്. ഓക്കെ, ഹൗ ടു സീ ദ നെറ്റ്വർക്ക്സ് യു ഹാവ് ബീൻ കണക്ട് ടു. നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ആക്കി ഒരു ഡിവൈസിൽ പാസ്വേഡ് മറന്നു എങ്ങനെ നമ്മൾ എങ്ങനെ പാസ്വേഡ് ലൈക്ക് ഒരു നെറ്റ്വർക്ക് ലോഗിൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് പാസ്വേഡ് അറിയാം, പാസ്വേഡ് മറന്നു നിങ്ങൾ കണക്ട് ആക്കിയിട്ടുണ്ട്, അപ്പോൾ പാസ്വേഡ് പിന്നെയും ചോദിക്കുവാണെങ്കിൽ എങ്ങനെയാണ് പാസ്വേഡ് ആണെന്നൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കളർ മാറ്റാൻ പഠിക്കുന്നത്. കളർ സ്ലാഷ്. ഓക്കെ, സോ ഈ ഒരു കമാൻഡ് അടിക്കുമ്പോൾ കളർ COLOUR കളർ അമേരിക്കൻ സ്പെല്ലിംഗ് നമ്മൾ കളർ. എന്നിട്ട് ഈ ലിസ്റ്റിന് ഒരു നമ്പർ ചൂസ് ചെയ്യും. നോർമലി നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ കളർ 01 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ്. ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട്, ബ്ലൂ ആണ് ടെക്സ്റ്റിന് കളർ. എനിക്ക് 0A ഇഷ്ടപ്പെട്ട കളറാണ് ഫേവറേറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിറ്റിയുടെ വെതർ വേറെ സിറ്റി നമുക്കറിയാം. നമുക്ക് വെബ്സൈറ്റുകളിൽ പോയി ചെയ്യാം, പക്ഷെ നമുക്കത് വേണ്ട, അത് പാവപ്പെട്ടവർക്കുള്ള വഴിയാം. നമ്മൾ കോഡേഴ്സ് എങ്ങനെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കളർ കേൾ WTTR.in ലണ്ടൻ. ഓക്കെ, ഞാൻ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചായിരുന്നു, എനിക്ക് ഞാൻ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചായിരുന്നു. ഓക്കെ, /ലണ്ടൻ. ഓക്കെ, ഈ ലണ്ടനിൽ മാറ്റാൻ, കാരണം ലണ്ടനിലാണ് ഞാൻ ഇപ്പോൾ ലണ്ടനിൽ ഞാൻ ടൈപ്പ് ചെയ്ത്. നമുക്ക് ലണ്ടൻ മാറ്റിയിട്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മാറ്റിയിട്ട് ഫോർ എക്സാമ്പിൾ ഒക്കെ സൂം ചെയ്ത് ഇതിപ്പോൾ റെഡ്. ഓക്കെ, ഇപ്പോൾ റെഡിങ് റിപ്പോർട്ടാണ്. ഞാൻ എന്തിനാ റെഡിങ് പോയെന്ന് എനിക്കറിയില്ല, അത് തന്നെ വന്നു. ഓക്കെ, നമ്മൾ അതേ കമാൻഡ് ഒന്ന് പഠിക്കാൻ പോവാണ്. കണ്ണൂറുള്ളവർക്ക് കണ്ണൂർ റിപ്പോർട്ട് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ സിഡ്നിയിലാണെങ്കിൽ പോട്ടെ, ഖത്തറിലാണെങ്കിൽ ഖത്തറിൽ സ്ഥലമൊന്നും അറിയില്ലല്ലോ, പാരീസിലാണെങ്കിൽ പാരീസ് ഒരിക്കലും പാരീസിലെ ബസ് റിപ്പോർട്ട് കാണാം. അങ്ങനെ ഏത് സിറ്റിയിൽ വേണം ബസ് റിപ്പോർട്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഒരു കമാൻഡാണ്. ഈ പാരീസ് മറ്റും നിങ്ങളുടെ സിറ്റിയുടെ പേര് മാറ്റുക. ഈ കോഡുകൾക്ക് കമാൻഡുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യാം, നമ്മുടെ ഡെസ്ക്ടോപ്പിലിട്ട് കമാൻഡ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെറ്റ്വർക്ക് ആണെന്ന് നോക്കാം. ഇതൊക്കെ ലോങ് കമാൻഡുകളായതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കോപ്പി വെച്ചിരിക്കുന്നത്. ഇതൊരു ഭയങ്കര കോമൺ കമാൻഡ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും, എന്നാലും ഞാൻ കാണിച്ചില്ല. ഓക്കെ, സോ നമ്മൾ WLAN ഷോ പ്രൊഫൈൽ കമാൻഡ് ഇതിലടിക്കുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കണക്ട് ആക്കി വയ്ക്കുന്ന എല്ലാ വൈഫൈകളുടെ പേരും കാണും. നമുക്കിനി അതിലൊക്കെ നമ്മൾ പാസ്വേഡ് ലോഗിൻ ചെയ്യാം. ആ പാസ്വേഡ് മറന്നു, നമുക്ക് പാസ്വേഡ് കാണാം, അതായത് നോക്കുക. ഓക്കെ, സോ അത് നമ്മൾ ചെയ്യുന്നത് WLAN ഷോ പ്രൊഫൈൽ നെറ്റ്വർക്ക് നെയിം ഈക്വൽസ് ക്ലിയർ. ഈ ഒരു കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്ക് നെയിമുണ്ട്, ഈ നെറ്റ്വർക്ക് നെയിം നമ്മൾ മാറ്റും. ഓക്കെ, നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് നെയിം ഇടാം. ലൈക്ക് ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഇഷ്ടം എനിക്കിപ്പം ഈ D3N വൈഫൈയുടെ പാസ്വേഡാണ് അറിയേണ്ടത്. ഓക്കെ, D3N വൈഫൈ 2 ഓക്കെ, സോറി, ഞാൻ എൻ്റർ ആക്കി പോയി. ഓക്കെ, 1213 ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തൊരു വൈഫൈയുടെ പാസ്വേഡാണ്. ഞാനിപ്പോൾ കണക്ട് ചെയ്തിരുന്നു. നിങ്ങൾ ഹാക്ക് ചെയ്ത് നോക്കിയില്ല, ഹാക്ക് ആവില്ല, കാരണം ഇതിപ്പം നിലവിലില്ലാത്തൊരു വൈഫൈ. ഓക്കെ, സോ നമ്മൾ അത് കണക്ട് ആക്കിയിട്ടുണ്ട്, നമ്മളത് എൻ്റർ എടുക്കണം. ഓക്കെ, കണ്ടോ, റീസൈൻ 14C. നമ്മളിത് ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് എനിക്ക് ലാഭം. നമ്മൾ ടൈപ്പ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഇറക്കം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ വരുന്നു. ഞാൻ പ്രിഫർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുമ്പോൾ അത് ശരിയായില്ല. ഓക്കെ, നല്ല സ്പെല്ലിംഗ് കൊണ്ടാണ്, മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ ഞാൻ അടിക്കുമ്പോൾ നെവർ മൈൻഡ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല വൈഫൈ നിലവിലാണ്, അതുകൊണ്ട് ഇത് കാണിക്കുന്നില്ല. സോ അവിടെ എൻ്റെ പേഴ്സണൽ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ഫോണിട്ട് നോക്കാം, നമുക്ക് എൻ്റെ ഫോണിൽ വൈഫൈ നോക്കാം. വർക്ക് ചെയ്തില്ല.
ഓക്കെ റെഡ്മി 14C അടി. ഓക്കെ, സോ റെഡ്മി 14C അടിച്ചപ്പോൾ അത് വർക്ക് ചെയ്ത് കറക്റ്റ് സിസ്റ്റത്തിലുണ്ട്. അത് നമ്മൾ യെസ് അതെല്ലാം വർക്ക് ചെയ്തു. അത്ര വലിയ ഇഷ്ടമാണെങ്കിൽ ഇവിടുന്ന് പാസ് കണ്ടുപിടിക്കാനല്ലേ. ഇവിടെയാണ് സെക്യൂരിറ്റി കീ പ്രസൻ്റ് ആണ്. ഈ പ്രസൻറ്റിൽ കീ കണ്ടൻസിലാണ് നമ്മുടെ പാസ്വേഡ് ഇരിക്കുന്നത്. ഈ പാസ്വേഡ് ഇവിടെ നമ്മുടെ ബസ് ഈ പാസ്വേഡ് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാവരും കാണിച്ചിട്ട് ഇതെല്ലാം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വരും ഈ കണ്ടന്റിൽ കീ കണ്ടന്റ് എന്ന് കാണിക്കുന്നത് റെഡ്മി 15 അൾട്ര അതിലാണ് പാസ്വേഡ് ഉള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.